ഹായ് ഗൈസ്, നൈൽ എന്നും ശരിക്കും എനിക്കൊരു നോസ്റ്റു ആണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഒത്തിരി കഥകളുണ്ട് നൈൽ സംബന്ധമായിട്ട് നമുക്ക് പറയാനും ഒക്കെ കേട്ടോ. സോ വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടെ നൈൽ റിവറിൻ്റെ തീരത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും തിരിച്ചു പോയെന്ന് കേട്ടോ. ഒരു ഗേൾസ് ഔട്ടിംഗ് ആണ്. നമ്മുടെ സ്കിൽസിൽ എല്ലാ സ്റ്റുഡൻസായിട്ട് നമ്മളിത് ഔട്ടിങ്ങിന് വന്നതാണ് കേട്ടോ. ഇവിടെ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. കണ്ടോ, നമ്മുടെ ഗേൾസൊക്കെ പോകുന്ന വഴിയാണേ, കാണാവോ? ദിവസം ഇവിടെ ഷോ. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് നൈൽ കാണിച്ചു തരാവേ. നൈലിനോട് എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ശാന്ത സ്വഭാവമാണ് കേട്ടോ. പക്ഷെ നൈലിന് ഏറ്റവും എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റോടുകൂടി അല്ലെങ്കിൽ ഒരു അത്ഭുതത്തോടുകൂടി ഞാൻ നോക്കി നിന്നൊരു കാര്യമെന്ന് പറഞ്ഞത് ഈ നൈല് ഉത്ഭവിക്കുന്ന ഇതല്ല കേട്ടോ. നൈലിൻ്റെ സോഴ്സ് കുറച്ചും കൂടെ അപ്പുറയാണ് കേട്ടോ. അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഭൂമിക്കടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന നമുക്ക് ശരിക്കും അത് അറിയാൻ പറ്റും. അതിങ്ങനെ ഓളം ചുറ്റി നിൽക്കുന്നത് ശരിക്കും എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. നൈലിൽ എനിക്ക് അതാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒത്തിരി പ്രാവശ്യം ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും ഇതിൻ്റെ ഒരു സൗന്ദര്യവും അല്ലെങ്കിൽ ഇവിടുത്തും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ.